ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് നോക്കിയാൽ ബാങ്ക് നിഫ്റ്റീൻ്റെ ചാർട്ടാണിത്. ബാങ്ക് നിഫ്റ്റിയുള്ള 2 ലെവൽസ് ഇവിടെ 2 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഓൾറെഡി മാർക്ക് ചെയ്ത ലെവൽസാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ച് പുതിയ ലെവൽസും കൂടെ ഉണ്ടായിട്ടുണ്ട്. 5 മിനിറ്റിൽ അടിയിലൊരു പുതിയ ലെവൽ ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഈ ഒരു ഏരിയയിൽ. അത് ജസ്റ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അതേപോലെ തന്നെ 15 മിനിറ്റിലും ഒരു ലെവൽ ഉണ്ടായിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. അതും കൂടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇന്നത്തെ ഫസ്റ്റ് കാണിൻ്റെ ഹൈ ആണ്, ഇന്നത്തെ ഡേ ഹൈ ആണ് പുതിയൊരു ലെവൽ ഉണ്ടായത്. അത് റെഡ് കളർ കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇപ്പം നിലവിൽ ബാങ്ക് നിഫ്റ്റിയുള്ള 4 ലെവൽസ്. ഈ ലെവൽസിലൊക്കെ ടാപ്പ് ചെയ്യുമ്പോഴായിരിക്കും എൻട്രി നോക്കാം. ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതൽ കൺസിഡറേഷൻ കൊടുക്കുന്നില്ല, നിഫ്റ്റിക്കാണ് കൂടുതൽ കൊടുക്കുന്നത്. എന്തായാലും ബാങ്ക് നിഫ്റ്റിയിലുള്ള ലെവൽസ് ഇതൊക്കെയാണ്. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്ത് തരാം. ഈ ഒരു IDX മാത്രം 5 മിനിറ്റിലുള്ള ഒരു IDX ആണ്. അതായത് അടിയിലുള്ള ഒരു IDX മാത്രം 5 മിനിറ്റിലുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ബാക്കി ചാർട്ടിൽ കാണുന്ന 3 എണ്ണം 50 മിനിറ്റ് ലിക്വിഡിറ്റി ഏരിയ ആണ്. അതിൽ 2 എണ്ണം ഇന്നലെ മുന്നേ ഉള്ളതും 1 ഇന്ന് ക്രിയേറ്റ് ആയതാണ്. ഇന്നത്തെ ഡേ ഹൈ എന്നുള്ളത് ഇന്ന് ക്രിയേറ്റ് ആയതാണ്. അപ്പോൾ അത്രയാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്. ഇനി നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഓൾറെഡി ഇന്നലെ മാർക്ക് ചെയ്ത 2 ലെവൽസ് ഉണ്ട്. ഇന്ന് പുതിയതായിട്ട് വേറെ ലെവൽസ് ഒന്നും ഒരു ലെവൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ അത് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതിൻ്റെ മേലുള്ള ലെവൽ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. ഈ ഒരു ലെവൽ മാത്രമേ ഇനി കൺസിഡർ ചെയ്താൽ. ഇത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് എന്തായാലും താഴത്തേക്ക് നോക്കും. പിന്നെ അതിൻ്റെ മേലുള്ള ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ കണക്കാണല്ലോ. അവിടെ മേലുള്ള ലെവൽ ഒഴിവാക്കുക. അതേപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ തൊട്ടടുത്തുള്ള 2 ലെവൽസിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ ഈ ഒരു 2 ലെവൽസ് ടാപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇനി എൻട്രി കൺസിഡർ ചെയ്യാം. ഏതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യാൻ നമുക്ക് നോക്കി നോക്കാം. ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് 1 മിനിറ്റിലേക്ക് മാറ്റിയിട്ട് പുതിയ എൻട്രി കിട്ടുമോ എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ നിഫ്റ്റിയിലുള്ള ഈ 2 എണ്ണം 50 മിനിറ്റ് IDX തന്നെയാണ്. 5 മിനിറ്റിലൊന്നും പുതിയതൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ബാങ്കിൽ മാത്രമേ ഒറ്റൊരു 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് 50 മിനിറ്റ് IDXകൾ തന്നെയാണ്. ഇതിലേതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യൊന്ന് വെയിറ്റ് ചെയ്ത് ഇരിക്കാം. ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. മേലത്തെ 50 മിനിറ്റ് IDX, താഴത്തെ 50 മിനിറ്റ് IDX. അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി ഇതൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കണം. അപ്പ് സ്റ്റോക്സിലും ഫ്ലാറ്റ് ട്രേഡിലൊക്കെ അക്കൗണ്ടുകളിലൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കാം. അതല്ലാതെ വേറെ പണിയൊന്നും ചെയ്യാനില്ല. ഇനി ഇതിലേതെങ്കിലും ടാപ്പ് ചെയ്യുന്നവരെ വെയിറ്റിംഗ് മാത്രമാണ്. വേറെ പ്രത്യേകിച്ച് പണി കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നിഫ്റ്റിയിൽ ഇവിടെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു ലെവൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ടാപ്പ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ തന്നെ നിൽക്കുന്നുണ്ട്. എൻട്രി കാര്യങ്ങളൊന്നും കിട്ടിയാൽ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് മേലോട്ടേക്ക് ഒരു ചെറിയൊരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. ഇനി 1 മിനിറ്റിൽ ഒരു പ്രോപ്പർ സ്ട്രക്ചറൊക്കെ ഫോം ആയാലുള്ള എൻട്രി എടുക്കുള്ളൂ. പിന്നെ 5 മിനിറ്റിൽ പുതിയൊരു ലെവലും കൂടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇവിടെ മാർക്ക് ചെയ്ത 5 മിനിറ്റ് IDX. അപ്പോൾ അത് ടാർഗറ്റ് വെക്കാൻ പറ്റിയ ഏരിയ ആണ്. അപ്പോൾ ഈ ഏകദേശം ഈ റേഞ്ചിലാണ് 5 മിനിറ്റ് IDX ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് പിന്നെ ഇപ്പോൾ ഒരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ഇവിടെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ ഈ ഒരു ലെവലിൽ അവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റിയ ഏരിയാസ് ഉണ്ട്. എന്തായാലും നോക്കി നോക്കാം. ഇവിടുന്ന് 1 മിനിറ്റിൽ പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കിട്ടണം. ഇവിടെ എല്ലാം റെഡിയാണ്. നിഫ്റ്റി ചാർട്ടും ഫ്യൂച്ചറിൻ്റെ ചാർട്ടും ഇത് എടുത്ത് സെലക്ട് ചെയ്തില്ല. അത് പ്രീമിയം എടുക്കാനെന്നുണ്ടെങ്കിൽ ഇപ്പം മാർക്കറ്റ് 23,500 600 ഒരു 23,550 സ്ട്രൈക്ക് സെലക്ട് ചെയ്യുക. അതായിരിക്കും ഒരു ATMലുള്ള സ്ട്രൈക്ക്. 23,550 സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് വെക്കാം. കോൾ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. പ്രോപ്പർ എൻട്രി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. വേറെ ഒന്നും ചെയ്യാനില്ല നമുക്ക്. എന്തായാലും ഹയർ ടൈം ഫ്രെയിം IDX ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി 1 മിനിറ്റിൽ ഒരു പ്രോപ്പർ എൻട്രി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് കിട്ടിയാൽ ഒന്ന് നോക്കാൽ അതെടുക്കും. കറക്റ്റ് 30 പോയിൻറ്റ്സ് ടാർഗറ്റ്, 6 പോയിൻറ്റ് SL ഒക്കെ വെച്ചിട്ട് എടുക്കും. ഫുൾ റെഡിയാണ്. അവിടെ ഇതുവരെ ട്രേഡും കാര്യങ്ങളൊന്നും എടുത്തില്ല, വെയിറ്റിങ്ങിലാണ്. എന്തായാലും നോക്കി നോക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നല്ലൊരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പ് സൈഡിലേക്കായിരിക്കും എൻട്രി. നല്ല ടാർഗറ്റൊക്കെ വെക്കാൻ പറ്റിയ ഏരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ 30 പോയിൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്വിങ് ഹൈ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റും. എന്തായാലും നോക്കാം. ഒരു എൻട്രി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നിഫ്റ്റി ആ ഒരു ലെവൽ ടാപ്പ് ചെയ്തതിനു ശേഷം ടാപ്പ് ചെയ്ത ടൈമിൽ ഒരു ചെറിയൊരു മൊമെൻ്റ് മേലേക്ക് കാണിച്ചിരുന്നു. അതിനുശേഷം താഴോട്ടേക്ക് തന്നെ വന്നിട്ട് ഇതുവരെ എൻട്രി കാര്യങ്ങളൊന്നും തന്നില്ല. ആ ഒരു ഏരിയയിൽ തന്നെ അങ്ങനെ നിന്ന് കളിക്കുകയാണ്. കുറച്ചും കൂടെ താഴേക്ക് വന്നിട്ട് ഇതുവരെ എൻട്രി തന്നില്ല. അപ്പോൾ ആ ഒരു ലെവൽ ടാപ്പ് ചെയ്ത ടൈം തൊട്ടിട്ട് ഇത്രയും നേരമായിട്ട് ആ ഒരു സ്ട്രൈക്കും ഫ്യൂച്ചറും എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്ത് വെച്ചിട്ട് എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇത്ര ടൈമായിട്ട് എൻട്രി തന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമുക്ക് ഏതെങ്കിലുമൊക്കെ എൻട്രി എടുക്കാനൊക്കെ തോന്നിപ്പോൾ. കാരണം ആ ഒരു ലെവൽ ടാപ്പ് ചെയ്ത മൊമെൻറ്റിൽ ഒരു ചെറിയ രീതിയിലൊന്നും മേലേക്ക് കയറി. അത് മേലേക്ക് കയറിയിട്ട് ഇത്രയും സമയം നമുക്ക് എൻട്രി തരാതെയും കൂടി ഇരിക്കുമ്പം അതൊക്കെ നമ്മളെ ഇമോഷണൽ അല്ലാണ്ട് ബാധിക്കും. അപ്പം ആ ഒരു ലെവൽ ടാപ്പ് ചെയ്ത് മേലോട്ട് കയറുമ്പോൾ നമുക്ക് എന്ത് തോന്നും, ഇത് മേലോട്ടേക്ക് പറക്കാനുള്ളതാണ്, നല്ല രീതിയിൽ ബുള്ളിഷ് മൊമെൻറ്റം വരും, ഞാൻ മാർക്ക് ചെയ്ത ലെവലാണ്, ആ ലെവലിനാണ് മാർക്കറ്റ് നല്ല രീതിയിൽ പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യില്ല. പ്രോപ്പർ എൻട്രി സെറ്റപ്പ് ഒന്നും വരാണ്ട് തന്നെ ചാടി കയറി ചിലപ്പോൾ എൻട്രിക്ക് എടുക്കും. അപ്പോൾ അത് ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ട്രേഡിങ്ങിൽ ശരിക്കും കൺട്രോൾ ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ. എൻ്റെ ഇന്നത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുവരെ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. ഹയർ ടൈം ഫ്രെയിമിൽ നിഫ്റ്റി ആകെ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ലെവൽ മാത്രമേ ടാപ്പ് ചെയ്തിട്ടുള്ളൂ. അത് ടാപ്പ് ചെയ്തതിന് ശേഷം ഇത്രയും ഇപ്പോൾ സമയം 10:50 11 മണി ആവാനായി. അപ്പോൾ ഇത്രയും സമയമായിട്ട് ഒരു എൻട്രി പോലും എനിക്ക് കിട്ടിയില്ല.
അപ്പോൾ അങ്ങനെ അത്രയും സമയം എൻട്രി എടുക്കാതിരുന്നിട്ടും പ്രോപ്പറായിട്ടുള്ള പേഷ്യൻസോട് കൂടിയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ട്രേഡിങ്ങിൽ ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ട ഒരു കാര്യം. ഇനിയിപ്പോൾ എൻ്റെ ഒരു പ്ലാനിങ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ടൈം വെയിറ്റ് ചെയ്യാൻ, ഒന്നെങ്കിൽ പുതിയൊരു ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ടാപ്പ് ചെയ്യട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ പുതിയൊരു താഴെയുള്ള പുതിയ ലെവലോ അല്ലെങ്കിൽ മേലെ മാർക്കറ്റ് മേലോട്ടേക്ക് ബുള്ളിഷായി പോയിട്ട് മേലുള്ള ഒരു ലെവലോ ടാപ്പ് ചെയ്യട്ടെ. അങ്ങനെ ഏതെങ്കിലും ഒരു ലെവൽ പുതിയതായിട്ട് ഇനി ടാപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ഇനി ഒരു എൻട്രി കൺസിഡർ ചെയ്യുള്ളൂ. എന്തായാലും നോക്കിയൊക്കെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു ലെവലിൽ നിന്ന് എന്തായാലും ഇനി കൺസിഡർ ചെയ്യുന്നില്ല, മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് തന്നെയാണല്ലോ വന്നത്. അതുകൊണ്ട് ആ ഒരു ലെവൽ അവോയ്ഡ് ചെയ്ത് ഇനിയിപ്പോൾ ഏതെങ്കിലും ലെവൽ ടാപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ ചെയ്യൂല എൻട്രി കിട്ടുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ 3 മണി വരെ വെയിറ്റ് ചെയ്യും. എൻട്രി നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കും. പ്രോപ്പർ ടാർഗറ്റ് പ്രോപ്പർ SL എല്ലാം വെച്ചിട്ട് പ്രോപ്പറായിട്ട് എൻട്രി എടുക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം, നോക്കി നോക്കാം നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ഇനി ടാപ്പ് ചെയ്യുമോ എൻട്രി വരുമോ എന്നുള്ളതൊക്കെ. ഓക്കെ, എന്തായാലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. നിഫ്റ്റി നല്ല രീതിയിൽ ബെയറിഷ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഒരു ചെറിയൊരു ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്തിരുന്നു. അത് ടാപ്പ് ചെയ്തിട്ട് ഡയലോയിലേക്ക് താഴെ വന്ന് ടാർഗറ്റൊക്കെ അടിച്ചു. പക്ഷേ പ്രോപ്പറായിട്ട് എൻട്രി ഒന്നും അവിടെ നിന്നില്ല. ഇവിടെ വരെ മൂവ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ 1 മിനിറ്റിൽ പ്രോപ്പറായിട്ട് എൻട്രി ആകാത്തതുകൊണ്ട് അവിടെ നിന്നൊന്നും ട്രേഡ് കിട്ടിയില്ല. നല്ല രീതിയിൽ ബെയറിഷ് വന്നുകൊണ്ടിരിക്കുകയാണ് നിഫ്റ്റി. ഹയർ ടൈം ഫ്രെയിം IDX ഒക്കെ ടാപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലോവർ ടൈം ഫ്രെയിമിൽ പ്രോപ്പറായിട്ടുള്ള എൻട്രി ഇതുവരെ വന്നില്ല. ഇവിടെ കാണാൻ പൊസിഷൻസ് ഓർഡേഴ്സൊക്കെ കംപ്ലീറ്റ് 0 ആണ്. സമയം 12:30 രാവിലെ 9:15 മാർക്കറ്റ് ഓപ്പൺ ആയി തൊട്ടിട്ട് ഓരോ ട്രേഡും വാച്ച് ചെയ്ത് നോക്കിയിരിക്കുകയാണ്. ഹയർ ടൈം ഫ്രെയിം IDX ടാപ്പ് ചെയ്യുമ്പോഴൊക്കെ ഫോണിൽ സ്ട്രൈക്ക് സെലക്ട് ചെയ്യും, 150 ക്വാണ്ടിറ്റി ഫുള്ള് സെലക്ട് ചെയ്ത് ഫുള്ള് റെഡി ആയിരിക്കും. പക്ഷേ എൻട്രി കിട്ടില്ല. അങ്ങനെ എൻട്രി കിട്ടാതിരിക്കുന്ന സമയത്ത് അത് ഒഴിവാക്കിയിട്ട് അടുത്ത ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ ഈ സ്ട്രൈക്ക് ഒഴിവാക്കി പുതിയ സ്ട്രൈക്ക് സെലക്ട് ചെയ്യും. അതാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും ചില എൻട്രി ചിലപ്പോൾ നമുക്ക് മിസ്സായിട്ട് ടാർഗറ്റിലേക്ക് പോകും. ഇപ്പോൾ അവിടെ കാണിച്ചൊരു എൻട്രിയൊക്കെ എൻട്രി കിട്ടിയില്ല. പക്ഷേ ആ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് വന്ന് ഡയലോ എടുത്ത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ചാടി കയറാൻ നമുക്ക് തോന്നും. ഇങ്ങനെ ബെയറിഷായി പോകുന്ന ട്രേഡാണ്. അപ്പോൾ മേലോട്ട് കയറുമ്പോൾ ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി ഒരു പുട്ട് ഓപ്ഷൻ എടുത്താൽ ടാർഗറ്റ് കിട്ടൂലേ. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ അങ്ങനെ നമ്മൾ ട്രേഡ് എടുക്കരുത്. പ്രോപ്പറായിട്ട് എൻട്രി കിട്ടുന്ന സമയത്ത് മാത്രം എടുക്കാം. അത് നമുക്ക് നോക്കി നോക്കാം. പ്രോപ്പറായിട്ടൊന്ന് കിട്ടുകയാണെങ്കിൽ എടുക്കാം. അപ്പോൾ ഇന്ന് മാർക്കറ്റ് വേറെ എൻട്രി കാര്യങ്ങളൊന്നും തന്നില്ല. ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ കാണാം പൊസിഷൻസും ഓർഡേഴ്സും കംപ്ലീറ്റ് 0 ആണ്. ഒറ്റ ട്രേഡ് പോലും മാർക്കറ്റ് തന്നില്ല. കുറച്ച് ലിക്വിഡിറ്റി ഏരിയസ് ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട് ഇനി. പക്ഷേ എൻട്രി 1 മിനിറ്റിൽ പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി ഇതുവരെ തന്നില്ല മാർക്കറ്റ്. അപ്പോൾ ഇവിടെയൊക്കെ ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. പിന്നെ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ഞാൻ രാവിലെ പറഞ്ഞിരുന്നു തോന്നുന്നു. ഇവിടെ ചെറിയൊരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ട് താഴെ വന്ന് ഡയലോ എടുത്ത് നിന്നൊക്കെ. അപ്പോൾ അത് ടാപ്പ് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുന്നു. അത് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് എടുത്തിരുന്നെങ്കിൽ SL അടിക്കുന്നു. കാരണം മാർക്കറ്റ് മേലേക്ക് തന്നെയാണ് പോയത്. പക്ഷെ അവിടെ നിന്നൊന്നും ഓപ്പർച്യൂണിറ്റി തന്നില്ല നമുക്ക്. 1 മിനിറ്റിൽ പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊന്നും തന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതുവരെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതാണ് മാർക്കറ്റ്. ഇതാണ് മാർക്കറ്റിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ. ചില ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഇരിക്കേണ്ടി വരും. ഇന്ന് രാവിലെ തൊട്ട് രാവിലെ 9:15 മാർക്കറ്റിൽ എത്തിയിട്ട് വൈകുന്നേരം 3 മണി 3:30 വരെ ഞാൻ മാർക്കറ്റ് നോക്കിയിരുന്നിട്ടുണ്ട്. പക്ഷെ അത്ര സമയം മാർക്കറ്റ് നോക്കിയിരുന്നിട്ട് ഒരൊറ്റ എൻട്രി പോലും എനിക്ക് മര്യാദയ്ക്ക് കിട്ടിയില്ല. മര്യാദയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റ എൻട്രി പോലും കിട്ടിയില്ല. ഇവിടെ കാണാൻ നമുക്ക് ഫ്ലാറ്റ് ട്രേഡിൽ. അപ്പോൾ ചില ദിവസങ്ങളിൽ എൻട്രി ഇല്ലാത്ത ദിവസങ്ങളുണ്ടാവും നമുക്ക്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാർക്കറ്റ് നോക്കിയിരുന്നാലും ഒരു എൻട്രിയും കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങൾ ചാടി കയറി ഏതെങ്കിലുമൊക്കെ ഇന്നും മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. രാവിലെ ഇവിടെ ഓപ്പൺ ആയതിനു ശേഷം ഇത്രയും മാർക്കറ്റ് താഴേക്ക് പോയിട്ടുണ്ട്. ഇവിടുന്ന് ഇത്രയും മാർക്കറ്റ് മേലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്യാൻ മാത്രമല്ല മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ വന്നിട്ടുമുണ്ട്. പക്ഷെ അങ്ങനെ പക്ഷേ ഇന്നലെ എനിക്ക് എൻട്രീസ് ഉണ്ടായിരുന്നു. ഇന്നലെ എൻട്രീസും ഉണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയൊരു പ്രോഫിറ്റ് ഒരു ബ്രേക്ക് എന്നുള്ള രീതിയിൽ എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 3 ട്രേഡ് ഇന്നലെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര കൺസോളിഡേഷൻ ആയിട്ടുള്ള മാർക്കറ്റാണ്. ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള മാർക്കറ്റ്, ഓപ്ഷൻ ബയ്യർക്ക് പറ്റിയിട്ടുള്ളൊരു മാർക്കറ്റാണ്. പക്ഷെ അങ്ങനെ ഈ ഒരു മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണ്, ഇന്നത്തെ മാർക്കറ്റ് ട്രെൻഡിങ് ആണ് എന്നുള്ളത് നമുക്ക് മാർക്കറ്റ് തുടങ്ങുന്നതിൻ്റെ മുന്നേ പറയാൻ കഴിയില്ല. അതിപ്പോൾ ഈ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. പ്രീവിയസ്ലി മാർക്കറ്റ് ഇങ്ങനെ ആണേനി എന്നുള്ളത് വെച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ലൈവായിട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നല്ല നമ്മൾ ഇമോഷൻസ്, ഇതൊന്നല്ല നമുക്ക് ചെയ്യാൻ കഴിയുക. നമുക്ക് ലൈവായിട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള പ്രോപ്പർ സ്ട്രാറ്റജി പ്രകാരം എൻട്രി എടുക്കുക. അത് അന്നത്തെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണോ അല്ലെങ്കിൽ ട്രെൻഡിങ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് പിറ്റേന്ന് അല്ലെങ്കിൽ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ എൻ്റെ സെറ്റപ്പ് പ്രകാരം പ്രോപ്പറായിട്ടുള്ള എൻട്രി കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് ഇന്ന് വൈകുന്നേരം വരെ നോക്കിയിരുന്ന ഒരൊറ്റ എൻട്രിയും എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ രീതി. സാധാരണ ഇങ്ങനെ ട്രേഡ് ഇല്ലാത്ത ദിവസം ഞാൻ ഇപ്പോൾ കുറച്ചൊരു വീഡിയോ ഒന്നും ചെയ്യല്ലേ. ഇനി ഈ മാസത്തിൽ കുറേ ദിവസം ട്രേഡില്ല. ഈ 6-ാം തീയതി ട്രേഡില്ല. അന്ന് ഞാൻ വീഡിയോ ചെയ്തില്ല. പിന്നെ 3-ാം തീയതി 2-ാം തീയതി ഒന്നും ട്രേഡില്ല. അന്നൊന്നും വീഡിയോ ചെയ്തില്ല. ആകെ 2 ദിവസം മാത്രമേ ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ പ്രോപ്പറായിട്ട്. ആ 2 ദിവസം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്ന് പിന്നെ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ഇതാണ് ശരിക്കും റിയാലിറ്റി. ചില ദിവസം നമ്മൾ വെറുതെ മാർക്കറ്റിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കിയിരിക്കേണ്ടി വരും.
ഓക്കെ. പിന്നെ ചില വീഡിയോസിലൊക്കെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് 5 മിനിറ്റ് കൊണ്ടൊക്കെ ടാർഗറ്റ് അടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയാൽ കാണാൻ ചില ദിവസങ്ങളിൽ ഒരു ട്രേഡ് എടുത്തിട്ട് വെറും 5 മിനിറ്റ് കൊണ്ടും കാര്യങ്ങളിലൊക്കെ 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് 12 മിനിറ്റ് കൊണ്ടൊക്കെ ടാർഗറ്റ് അടിച്ച ട്രേഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ടാർഗറ്റ് അടിക്കുന്ന ദിവസങ്ങളും ഉണ്ടാവും, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങളും ഉണ്ടാവും. അപ്പോൾ ട്രേഡിങ്ങിന് 2 വശമുണ്ട്. നമ്മൾ ഒരു ഭാഗം മാത്രം കണ്ടിട്ട് ട്രേഡിങ്ങിലേക്ക് ഒരാളും വരരുത്. ചില ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും. ചില ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ട്രേഡ് എടുത്തിട്ട് 2-3 SL മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അന്ന് ലോസ് ആയിരിക്കും. അതേപോലെ ഇങ്ങനെ ട്രേഡ് എടുക്കാത്ത ദിവസങ്ങളുണ്ടാവും, അതേപോലെ തന്നെ പ്രോഫിറ്റ് ഉള്ള ദിവസങ്ങളുണ്ടാവും. ഇത് 3ഉം ട്രേഡിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് 3ഉം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ടൊക്കെ പോകാനുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഒറ്റ ട്രേഡും ഇല്ലായിട്ടും ഇന്ന് എന്തായാലും വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത്. പിന്നെ ഇനി നമുക്ക് നാളത്തേക്കുള്ള ലെവൽസൊക്കെ നോക്കി നോക്കാം. നാളെ ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ലെവൽസ്. അപ്പോൾ ഇതിപ്പോൾ നിഫ്റ്റിൻ്റെ ചാർട്ടാണ്. നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റീൻ്റെ 50 മിനിറ്റ് ചാർട്ടാണ്. അതിൽ ഏറ്റവും തൊട്ടടുത്തുള്ള ലെവൽ ഇന്നത്തെ ഡേ ഹൈ ഒരു നല്ലൊരു ലെവലാണ്. അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴോട്ടേക്ക് ഒരു എൻട്രി നോക്കാം. ചെറിയൊരു ഇൻറ്റേർണലായിട്ടുള്ള ലെവലാണ്, എന്നാലും കുഴപ്പമില്ല. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു എൻട്രി നോക്കാം. അതിൻ്റെ തൊട്ടടുത്തടുത്തൊക്കെ ഒരുപാട് വേണ്ട, ഈ ലെവൽ വേണ്ട. നമുക്ക് തൊട്ടടുത്തടുത്ത് ഒരുപാട് ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഈ ഒരു ഏരിയ മാത്രം കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടെയൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇത് മാർക്ക് ചെയ്താൽ ഇതൊക്കെ മാർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അത് വേണ്ട. ഇനി അപ്സൈഡിലേക്ക് ഒരു എൻട്രി നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും പ്രോപ്പറായിട്ടുള്ള ലെവൽസ് ഇല്ല, ഒരുപാട് താഴെയായിരിക്കും. ഇവിടെയും ഇവിടെ ഒന്നുമില്ല. ഇതും പ്രോപ്പറായിട്ടുള്ളൊരു ലിക്വിഡിറ്റി ഏരിയ അല്ല. അതിൻ്റെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ ആയിരിക്കും ഒരു പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ ഉണ്ടാവുക. അപ്പോൾ അടിയിലേക്ക് ഇത് എടുക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നാളെ പുതിയൊരു ലെവൽ 5 മിനിറ്റിൽ എങ്ങാനും ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും നാളെ ആവട്ടെ, നാളെ നോക്കി നോക്കാം അതിലേതെങ്കിലും ടാപ്പ് ചെയ്യുമോ ഇല്ല എന്നുള്ളത്. വല്ലാണ്ട് താഴെ ഒന്നുമല്ലോ, കുറച്ചുകൂടെ ഇന്നത്തെ ഡേയിലോ നാളെ രാവിലെ പോയി ടാപ്പ് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് താഴേക്ക് പോയി ഇവിടെ ഈ ലോക്ക് ടാപ്പ് ചെയ്ത് കുറച്ചും കൂടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ടാപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇത് രണ്ടുമാണ് നാളത്തേക്കുള്ള ലെവൽസ്. ഇത് രണ്ടിലേതെങ്കിലുമൊക്കെ ടാപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കും നാളെ എൻട്രി കൺസിഡർ ചെയ്യുക. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നാളെ എൻട്രി കൺസിഡർ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. എന്നാലും നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാനാണെങ്കിൽ ഇവിടെ ഒരു ലെവൽ കൺസിഡർ ചെയ്യാം. വേണ്ട, അതും ഇൻറ്റേർണലാണ്. ഇത് കൺസിഡർ ചെയ്യാം. ഇതാണ് പ്രോപ്പറായിട്ടുള്ള ലെവൽ. ഓക്കെ, അപ്പ് സൈഡുള്ള ലെവൽ ഇതാണ്. ഇനി ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും ലെവൽസ് ഇല്ല. ബാങ്ക് നിഫ്റ്റി ഒരു ഹയർ ടൈം ഫ്രെയിമുള്ള ഏതൊരു ലെവൽ ടാപ്പ് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. 1 ഡേയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെ, 1 ഡേയിൽ ഇവിടെ ഒരു ലെവലുണ്ട്. ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ബുള്ളിഷ് ആവാനുള്ളൊരു പ്രോബബിലിറ്റി ആൻഡ് പോസിബിലിറ്റി ആണുള്ളത്. ഓക്കെ, ഈ ഒരു ലെവൽ നല്ലൊരു 1 ഡേയിലുള്ളൊരു IDX ലെവലാണ്. അത് ടാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി മേലോട്ടേക്കായിരിക്കും ബുള്ളിഷ് എൻട്രീസിനായിരിക്കും കൂടുതൽ പ്രോബിലിറ്റീസ് വരുന്നത്. പഴയ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇനി തൊട്ടടുത്തൊന്നും ഉണ്ടാവില്ല. ഡെയിലി IDX ഒക്കെ ടാപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു ലെവലിന് താഴേക്കുള്ള ലെവൽ വേണം നമുക്ക്. ഇവിടെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും ഞാൻ മാർക്കും ചെയ്യുന്നത് നാളെ എന്തായാലും ബാങ്കിൽ എടുക്കാനൊന്നും പോകുന്നില്ലല്ലോ, വെറുതെ മാർക്ക് ചെയ്യാന്നുള്ളൂ. അപ്പോൾ എന്തായാലും അപ്സൈഡിൽ ഈ ഒരു ലെവൽ മാത്രമാണ്. ഇനി മേലോട്ടേക്ക് ഒരു എൻട്രി എടുക്കാനാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു പുതിയ ലെവൽ ക്രിയേറ്റ് ആകുമ്പോൾ അത് എടുക്കുമ്പോൾ എൻട്രി എടുക്കുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും നോക്കി നോക്കാം. ബാങ്ക് നിഫ്റ്റി ജസ്റ്റ് വാച്ച് ചെയ്യാന്നുള്ളൂ. എൻട്രി പ്രോപ്പറായിട്ടുള്ള എൻട്രി ഞാൻ എടുക്കില്ല, നിഫ്റ്റിയിൽ മാത്രമേ എടുക്കുള്ളൂ. ബാങ്ക് നിഫ്റ്റി ജസ്റ്റ് മാർക്ക് ചെയ്യും. അവിടെ എത്തുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നോക്കും. അത്രയും കാര്യങ്ങളും ബാങ്ക് നിഫ്റ്റി ചെയ്യില്ല. വേണമെങ്കിൽ പേപ്പർ ട്രേഡും ചെയ്യും, അത്രേ ഉള്ളൂ. നിഫ്റ്റിയിലായിരിക്കും എൻട്രീസ് എടുക്കാം. ആ എൻട്രീസ് എടുക്കാനുള്ള ലെവൽസ് ഇത് രണ്ടുമാണ് നിഫ്റ്റിയിൽ, അല്ലെങ്കിൽ നാളെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ലെവൽസ്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോ കാര്യമായിട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും ആ ഒരു റിയാലിറ്റി എന്തായാലും മനസ്സിലാക്കുക. പ്രോഫിറ്റ് മാത്രമല്ല ട്രേഡിംഗ് എന്ന് പറഞ്ഞത്, ലോസ് ഉണ്ടാവും. പ്രോഫിറ്റിൻ്റെയും ലോസിൻ്റെയും അപ്പുറത്തേക്കുള്ളൊരു സംഭവമാണ് ഈ ട്രേഡ് ഇല്ലാണ്ടിരിക്കുക എന്നുള്ളത്. അത് മാസ്റ്റർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ലോസ് ഉള്ള ദിവസം നമുക്ക് വലിയൊരു ഇതില്ല, കാരണം നമ്മൾ ട്രേഡ് എടുക്കുന്നുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അവിടെ ഇവിടെ നമുക്കൊരു ട്രേഡ് എടുക്കുന്നുണ്ടല്ലോ. പക്ഷേ അതൊന്നും ഇല്ലാണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തിങ്ങനെ നോക്കിയിരിക്കും, ഒരു ട്രേഡ് കൊടുക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കുക പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ട്രേഡിങ്ങിൻ്റെ ഭാഗമാണ്. അതൊക്കെ സഹിച്ചാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.